കൂട്ടായ്മ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഡോക്ടർ ടി ജെയിംസ് അച്ഛൻ, ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന ജോസഫ് ബെഞ്ചമിൻ വിദോഷ്, കർത്താവിൽ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. നാം താമസിക്കുന്നില്ല, പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കത്തീഡ്രൽ CSI ചർച്ച് വികാരിയും CSI കോർപ്പറേറ്റ് മാനേജരുമായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി ജെയിംസ് അച്ഛന്റെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. പ്രിയ അച്ഛനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് തലകള വണക്കാം. വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ എപ്പോഴും സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ പൈതങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹത്തിൻ്റെ ഒരു സന്ധ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ കോഴിക്കോട് ഏരിയ സൺഡേ സ്കൂൾ അധ്യാപകരായും വിദ്യാർത്ഥികളായും മാതാപിതാക്കളായും വൈദികരായും ഒരുമിച്ച് കൂടി വരുവാനും അഭിവന്ധ്യ തിരുമേനിയോട് ചേർന്ന് ഇതിലെ ലീഡേഴ്സിനോട് ചേർന്ന് ഈ ക്ലാസ്സിനാറിനെ ഭാഗവാക്കാകുവാനും അവിടെ നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സാഹചര്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാളുകൾക്ക് ശേഷം ഇതുപോലെ ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ദൈവത്തിന് അനന്തമായുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് സന്തോഷിക്കുവാൻ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. ഈ ക്ലാസ്സിനെ നയിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇത് നേതൃത്വം നൽകുന്ന തിരുമേനിയെയും പി ടി ജോർജിനെയും ബാക്കി ഇതിലുള്ള എല്ലാ സംഘാടകരെയും എല്ലാ അധ്യാപകരെയും എല്ലാ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആദിയോടൊന്നും ദൈവാനുഗ്രഹം ഞങ്ങളിലേക്ക് പകരുന്ന ഒരു അനുഭവമാക്കി ഇതിനെ തീർക്കണമേ. സകല മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. താങ്ക് യു അച്ഛൻ. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് കാലിക്കറ്റ് ഏരിയ സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിരിക്കുന്ന സജന ഹെൽദാദിനെ ക്ഷണിക്കുന്നു. സജനയ്ക്ക് എന്തോ പ്രയാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടൊരു പാട്ട് കേൾക്കാം. ബ്ലെസിൻഡ കൂടയ്ക്കൽ, CSI കത്തീഡ്രൽ സൺഡേ സ്കൂൾ അംഗമാണ്. ബ്ലെസിൻഡ കൂടയ്ക്കലിന്റെ ഒരു പാട്ട് നമുക്ക് ഈ സമയത്ത് കേൾക്കാം. അതിനുശേഷം സജന സ്വാഗതം പറയുന്നതാണ്. ബ്ലെസിൻഡ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പാടി. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ.
താങ്ക് യു അച്ഛാ. താങ്ക് യു. സൺഡേ സ്കൂൾ ഏരിയ സെക്രട്ടറി സജന ഹെൽദാദ് സ്വാഗതം ആശംസിക്കുന്നതാണ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കൂടിവരവ് സാധ്യമല്ലാത്ത ഈ ഒരു അവസരത്തിൽ ഈ ഒരു മാധ്യമത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരുവാൻ സാധിച്ചതിന് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. സ്വാഗതം പറയുക എന്ന ദൗത്യമാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നുകൊള്ളട്ടെ. മലബാർ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നമ്മോടുകൂടെ ആയിരിക്കുന്നു. കാലിക്കറ്റ് ഏരിയ സെൻട്രൽ സ്കൂൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് വെബിനാർ കാസ്റ്റിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ തിരുമേനിയെ കാലിക്കറ്റ് ഏരിയ സെൻട്രൽ സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലബാർ മഹായിടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറൻ സാം പ്രകാശ് അച്ഛനെയും കാസ്റ്റിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലബാർ മഹായിടവക എയ്ഡഡ് സ്കൂൾ ചെയർമാൻ റവറൻ ഡോക്ടർ ടി ഐ ജെയിംസ് അച്ഛനെയും കാസ്റ്റിനാർ എന്ന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് മെസ്സേജ് തരുവാനായി ചിൽഡ്രൻസ് മിനിസ്ട്രീസ് തിരുവല്ലയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന മിസ്റ്റർ ജോസഫ് ബെഞ്ചമിൻ വിതോഷ് എന്നിവരെയും കാസ്റ്റിനാർ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മണ്ണൂർ ചർച്ച് വർക്കർ പി എ തോമസ് ഉപദേശിയെയും കാസ്റ്റിനാർ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസ്റ്റിനാർ എന്ന ഈ വെബിനാറിന് രൂപം കൊടുത്ത കാലിക്കറ്റ് ഏരിയ സൺഡേ സ്കൂൾ പ്രസിഡന്റ് റവറൻ പി ടി ജോർജ് അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാലിക്കറ്റ് ഏരിയ സൺഡേ സ്കൂൾ ട്രഷറർ മിസ്സിസ് സുശീല ഗോഡ്ഫ്രഡ്, ജോയിന്റ് സെക്രട്ടറി മിസ്സിസ് ഡെൽഫിൻ റെയ്നോൾ എന്നിവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വെബിനാറിൽ പാട്ട് പാടാനും കഥ പറയാനും സാക്ഷ്യം പറയാനുമായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാലിക്കറ്റ് ഏരിയയിൽ ഉൾപ്പെടുന്ന 15 പള്ളികൾ ഉള്ള എല്ലാ അധ്യാപകരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും കാസ്റ്റിനാർ കൂട്ടായ്മയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസ്റ്റിനാർ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ സർവശക്തൻ കൃപ നൽകുമാറാകട്ടെ. താങ്ക് യു. ഇന്നത്തെ വേദപാഠം വായിക്കുന്നു റിൻസി 84-ാം സങ്കീർത്തനത്തിൽ നിന്ന്. അച്ഛാ കേൾക്കാമോ? കേൾക്കാം, വായിച്ചു. 84-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെ. 84-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവി കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിങ്കൽ എപ്പോഴും ഇപ്രകാരം തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു റിൻസി. ഇപ്പോൾ അഡോണ സജേഷ് ഒരു ചെറിയ പാട്ട് പാടും. അതിനുശേഷം അഭിമന്യ തിരുമേനി ഈ കാസ്റ്റിനാർ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്നതായിരിക്കും. ഇപ്പോൾ അഡോണ സജീഷ് ഒരു കോറസ് പാടുന്നതാണ്. അവർക്ക് ലൈനിൽ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവസരം നൽകുന്നതാണ്. ഞാൻ ഈ സമയത്ത് അഭിമന്യ തിരുമേനിയെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അച്ഛന്മാരെ, ഉപദേശിമാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കോഴിക്കോട് ഏരിയ സൺഡേ സ്കൂളിൻ്റെ കാസ്റ്റിനാർ എന്ന ഈ ഈവനിങ് പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്ന ഏരിയ സൺഡേ സ്കൂൾ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിലുള്ള അതിയായ സന്തോഷവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. കാസ്റ്റിനാർ 2020
എന്ന പേരില് ഇന്ന് നമുക്കിവിടെ കൂടി വരാനായിട്ട് സാധിച്ചു. ഒരുമിച്ച് കൂടാൻ ഇന്ന് നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. COVID-19 എന്ന രോഗം നമ്മുടെ ചുറ്റും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇന്ന് സാധ്യതകളില്ലാതെ ആയിരിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ സൂം ആപ്പിലൂടെ, പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിന്ന് ഒരുമിച്ച് കൂടാനായിട്ട് അവസരം തന്നിരിക്കുന്നു. അതിന് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. നാം എല്ലാവരും വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്യുന്നവരാണ്. നിങ്ങളിൽ ഭൂരിപക്ഷം പേരും വിദ്യാർത്ഥികളാണ്. സ്കൂളിലും സൺഡേ സ്കൂളിലും പഠിക്കുന്നവരാണ്. മുതിർന്നവരാണെങ്കിൽ മറ്റ് ജോലികളിൽ വ്യാപൃതരാണ്. നമുക്ക് തരുന്ന ഓരോ ജോലിയും അത് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ജോലി ചെയ്യാനുള്ള കഴിവ് ദൈവമാണ് നമുക്ക് തരുന്നത്. തന്നിരിക്കുന്ന ഈ അവസരങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. പഠിക്കുന്നവർ പഠിക്കാനും, പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കാനും, മറ്റു ജോലിയിൽ ഏർപ്പെടുന്നവർ ആ ജോലി അതെന്തായിക്കൊള്ളട്ടെ അത് ചെയ്യുന്നത് ഭംഗിയായി, വൃത്തിയായി, വിശ്വസ്തയോടുകൂടി ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നാം ഓർക്കേണ്ടത്, നമുക്ക് അതിനായിട്ട് കഴിവ് തരുന്നത്, അവസരം തരുന്നത് ദൈവമാണ് എന്നുള്ളത്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൻ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത്. എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ തന്നെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹമാണ് അടിമത്വം, മനുഷ്യരെ അടിമകളാക്കി വയ്ക്കുന്ന സമ്പ്രദായം അമേരിക്കയിൽ നിർത്തലാക്കുന്നത്. 1861 മുതൽ 1865 വരെ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കയുടെ. അപ്പോ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം 1861 തിരഞ്ഞെടുപ്പ് ജയിച്ചു. ആദ്യമായി അമേരിക്കയുടെ പാർലമെന്റിനെ, സെനറ്റിനെ അഭിമുഖീകരിക്കാനായിട്ട് പോവുകയാണ്. ആ ഹാളിലേക്ക് കയറി ചെന്നു. പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സെനറ്റേഴ്സ് എല്ലാം ഇരിക്കുന്നുണ്ട്. അതിലൊരു സെനറ്റർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മിസ്റ്റർ ലിങ്കൻ, നിങ്ങൾക്കറിയോ നിങ്ങളുടെ പിതാവ് എൻ്റെ കുടുംബത്തിന് ചെരുപ്പ് നിർമ്മിച്ച് നൽകുന്ന വ്യക്തിയായിരുന്നുവെന്ന്? ആ സെനറ്റ് ഒരു മിനിറ്റ് സൈലന്റ് ആയി. പിന്നീട് കുറെ പേരൊക്കെ ചിരിച്ചു. എബ്രഹാം ലിങ്കനെ കളിയാക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ചിലരൊക്കെ അതിനെ ഉപയോഗിക്കുകയായിരുന്നു. ലിങ്കനെ വിഡ്ഢിയാക്കി എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ ചിന്തിക്കുകയും ചെയ്തു. ആ സമയത്ത് എബ്രഹാം ലിങ്കൻ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ നേരെ നോക്കിക്കൊണ്ട് മൈക്ക് എടുത്ത് അദ്ദേഹം പറയുകയായിരുന്നു, തീർച്ചയായിട്ടും എൻ്റെ പിതാവ് ഷൂ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിരവധി പേർക്ക് എൻ്റെ പിതാവ് ഷൂ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകാം. ഞാൻ അതിന് അഭിമാനിക്കുന്നു. അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു ഷൂവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം, ആ കുറവ് തീർത്തു തരാം. കാരണം എനിക്കും അറിയാം ഷൂ ഉണ്ടാക്കാൻ. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ആരും തന്നെ എൻ്റെ പിതാവ് ഉണ്ടാക്കിയ ഷൂവിന് യാതൊരു വിധത്തിലുള്ള കുറ്റവും പറഞ്ഞിട്ടില്ല. അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. ഉച്ചത്തിലുള്ള നീണ്ട കരഘോഷമായിരുന്നു
പിന്നീട് കേട്ടത്. തൻ്റെ പിതാവിനെ കുറിച്ച് അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറയാൻ എബ്രഹാം ലിങ്കൻ എന്ന മഹാനായ വ്യക്തിക്ക് കഴിഞ്ഞു. ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കന്റെ പിതാവ്. ഒരു സാധാരണക്കാരൻ. എന്നാൽ ആ നിലയിൽ നിന്ന് അദ്ദേഹം വളർന്നു വന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിട്ട് മാറി. എന്നിട്ടും അദ്ദേഹം തൻ്റെ പിതാവിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. പഴയതിനെ മറക്കുകയല്ല ചെയ്തത്. അവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ചെരുപ്പുണ്ടാക്കുന്ന വ്യക്തിയായിരുന്നാലും അത് ഭംഗിയായി, വൃത്തിയായി, വിശ്വസ്തയോടുകൂടി ചെയ്ത വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കന്റെ പിതാവ് എന്നുള്ളതാണ്. ലിങ്കനും അതുപോലെ തന്നെയായിരുന്നു. 5 വർഷമേ അദ്ദേഹത്തിന് ഭരിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. നമുക്കറിയാം 1865 അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തെ കൊന്നുകളയും, വെടിവെച്ചു. അതുവരെയും വളരെ വിശ്വസ്തയോടുകൂടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തവരായിരുന്നു. ബൈബിൾ വായിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും നാം കേൾക്കുന്ന ഒരു കാര്യമാണ് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന്. വെറും ദൈവം എന്നല്ല പറയുന്നത്, തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ആ പിതാക്കന്മാരെല്ലാം ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസ്തയോടുകൂടി ജീവിച്ച വ്യക്തികളായിരുന്നു. അവിടെയും വിശ്വസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഭിമാനത്തോടുകൂടി തലമുറകള് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എന്ന് നാം ഓർക്കേണ്ടതാണ്. നമുക്ക് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, ഏത് ജോലിയാണോ നമ്മെ ഏൽപ്പിക്കുന്നത് അത് ഭംഗിയായി ചെയ്യാൻ നമുക്ക് കഴിയണം. വിശ്വസ്തയോടുകൂടി ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കേണ്ടത് ആവശ്യമാണ്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വിശ്വസ്തയോടുകൂടി പഠിക്കുക, ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക. ഇത് ദൈവം തന്നിരിക്കുന്ന അവസരമാണെന്ന് ഓർത്തുകൊണ്ട് പഠിക്കുക. പഠിപ്പിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരമാണ് എന്ന് ഓർത്തുകൊണ്ട് ആ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വിശ്വസ്തയോടുകൂടി നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ നാം മഹിമപ്പെടുത്തുന്നത് നമ്മുടെ ദൈവത്തെയാണ് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് എന്താണ് ദൈവം നൽകിയിരിക്കുന്നത്, അത് ദൈവത്തിന് അനുഗ്രഹമാണെന്ന് കരുതിക്കൊണ്ട് വിശ്വസ്തയോടുകൂടി നമുക്കായിരിക്കാം. ദൈവത്തോട് വിശ്വസ്തത കാണിക്കാം. പഠിക്കുന്ന സമയം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഒളിച്ചു ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമായിരിക്കാം. പക്ഷേ അപ്പോഴും നമ്മെ കാണുന്ന ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. നാം വിശ്വസ്തത കാണിക്കേണ്ടത് ആദ്യമായിട്ട് ദൈവത്തോടാണ്, പിന്നെ മാതാപിതാക്കളോടും, നമ്മുടെ ടീച്ചേഴ്സിനോട്, സഹോദരങ്ങളോട്, എല്ലാവരോടും വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാസ്റ്റനാർ എന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവത്തോട് എല്ലാ കാര്യത്തിലും വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. വളരെ ചിന്തോദ്വേഗമായ ഒരു സന്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് തിരുമേനിയുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സെമിനാറിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരു പാട്ട് കേൾക്കാം. പാടുന്നത് ജുവൽ പ്രകാശ് പുതിയങ്ങാടി. അതിനുശേഷം സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ആശംസ അറിയിക്കുന്നതാണ്. ജുവൽ പ്രകാശ്
പുതിയങ്ങാടി ചർച്ചിന്റെ സൺഡേ സ്കൂളിനെ പ്രതികരിക്കുന്നു. സന്തോഷമേ ഓരോ ദിനവും ദൈവത്തിന്റെ നോക്കി ജീവിച്ചിര സന്തോഷമേ കൊക്കരക്കായി അഞ്ചരയ്ക്ക് കൂവങ്കായി കണ്ണടച്ച് കിടക്കും പൊട്ടിച്ചരണിക്കുന്നു. താങ്ക് യു. നല്ല പാട്ട്. പ്രിയപ്പെട്ട സംപ്രകാശ് അച്ഛനെ, ജനറൽ സെക്രട്ടറി സംപ്രകാശ് അച്ഛനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിയന്റെ തിരുമേനി, പി ടി ജോർജൻ, ജെയിംസ് അച്ഛൻ, തോമസ് സുന്ദേശി, വിദോഷ്, സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, പ്രിയ പൈതങ്ങളെ, യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ ചെന്നതായിരുന്നു അയാൾ. പക്ഷെ മാനേജർ തുറന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ലോൺ തരില്ല, എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു പരീക്ഷ നടത്താം. ആ പരീക്ഷ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരാം. പരീക്ഷ ഇതാണ്: എന്റെ ഒരു കണ്ണ് കൃത്രിമ കണ്ണാണ്, എന്നാൽ നിങ്ങൾ യഥാർത്ഥ കണ്ണ് ഏതാന്ന് പറയണം. 2 കണ്ണുണ്ട്, അതിൽ യഥാർത്ഥ കണ്ണ് ഏതാന്ന് പറയണം. ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ ആയിരിക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കി ലോൺ ലഭിക്കേണ്ട വ്യക്തി കുറെ നേരം ഇരുന്നു. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ വലത് കണ്ണാണ് യഥാർത്ഥമായിട്ടുള്ള കണ്ണ്. മാനേജർ സമ്മതിച്ചു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞു ശരിയാണ്, എന്റെ വലത് കണ്ണാണ് യഥാർത്ഥത്തിലുള്ള കണ്ണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞു, സാർ, ആ കണ്ണിൽ ദയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ഹൃദയം തുറക്കാനുള്ള സ്വർണ്ണ താക്കാലാണ് അനുകമ്പ, ദയ എന്നുള്ളത്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ COVID-19 രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും അധ്യാപകരും ഒക്കെ ഭവനങ്ങളിലായിരിക്കുന്നു. ദയയ്ക്ക് വേണ്ടി യാചിക്കുന്ന, അനുകമ്പയ്ക്ക് വേണ്ടി യാചിക്കുന്ന, സ്നേഹത്തിനു വേണ്ടി യാചിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ പൈതങ്ങളെ, നമുക്ക് ദയയുള്ളവരായി, അനുകമ്പയുള്ളവരായി ഈ നാളുകൾ ജീവിക്കാം. ഇത്തരം കൂട്ടായ്മകൾ മാത്രമേ നമുക്കിപ്പോൾ ആശ്രയമായിട്ടുള്ളൂ. നമുക്കല്ലാതെ ഒരുമിച്ച് കൂടാനുള്ള യാതൊരു നിർവാഹവും ഇപ്പോൾ നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം, നമ്മൾ ഭവനങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങളോടും സഹജീവികളോടും ദയയോടെ പെരുമാറാം, സൗമ്യതയോടെ പെരുമാറാം. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് അതിന് സഹായിക്കും. ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ നമുക്ക് വളർച്ചയ്ക്ക് കാരണമായി തീരും. തീർച്ചയായിട്ടും ഈ കോഴിക്കോട് ഏരിയ സൺഡേ സ്കൂളിന്റെ ഈ വെബിനാർ നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുമേനി നല്ലൊരു സന്ദേശം നൽകി. തുടർന്ന് വിദോഷ് സാർ നമുക്ക് ക്ലാസ് എടുക്കും. എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായ ആശംസകളും കോഴിക്കോട് ഏരിയ സൺഡേ സ്കൂളും ഈ പ്രോഗ്രാമിനും അർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സംപ്രകാശ് അച്ഛാ. പ്രധാന സന്ദേശത്തിന് മുൻപായിട്ട് അഡോണ സജീഷ് ഒരു കോറസ് ഈ സമയത്ത് ആലപിക്കും. അതിനുശേഷം നമുക്കിന്ന് ജോസഫ് ബെഞ്ചമിൻ വിദോഷ് അവതരിപ്പിക്കുന്നതായിട്ടുള്ള സന്ദേശവും മറ്റ് കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അഡോണ സജീഷിനെ ക്ഷണിക്കുന്നു. ഫറൂഖ് സൺഡേ സ്കൂളിനെ പ്രതികരിച്ചാണ് പ്രിയമകളെ പാടുന്നത്. This is the day that the Lord has made, that the Lord has made. I will rejoice and be glad in it.
and be glad in it. This is the day that the Lord has made. I will rejoice and be glad in it. This is the day. This is the day that the Lord has made. താങ്ക് യു. എന്തോ ചെറിയ ക്ലാരിറ്റിയുടെ കുറവുണ്ട്. താങ്ക് യു മോളെ. തുടർന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിനായിട്ട് ഞാൻ മിസ്റ്റർ ജോസഫ് ബെഞ്ചമിൻ വിദോഷ് അവരെ ക്ഷണിക്കുകയാണ്. പ്രോഗ്രാം കാണുവാനായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുകയും ചെയ്യുന്നു. യെസ് മക്കളെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാ കൂട്ടുകാരും കൊണ്ടും ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ സെഷൻ ആരംഭിക്കാൻ പോകുന്നു. ഏകദേശം 7:15 7:20 വരെ നമ്മുടെ പ്രോഗ്രാം മുമ്പോട്ട് പോകും. അപ്പൊ അതിനു മുമ്പ് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ വളരെ വാത്സല്യവും സ്നേഹവുമുള്ള നമ്മുടെ തിരുമേനി റോയ്സ് മനോജ് വിക്ടർ തിരുമേനി, അതോടൊപ്പം നമ്മുടെ സാം പ്രകാശ് അച്ഛൻ, അതുപോലെ നമ്മുടെ ജെയിംസ് അച്ഛൻ, അതുപോലെ നമ്മുടെ PT ജോർജ് അച്ഛൻ, അതുപോലെ നമ്മുടെ തോമസ് സാറ്, നമ്മുടെ സൺഡേ സ്കൂളിനെ ചുമതലപ്പെട്ടവര്, അധ്യാപകര്, എല്ലാവർക്കും ഈ ഈവനിങ്ങിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. വേഗം എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വീഡിയോ ഒന്ന് എനേബിൾ ചെയ്തേ. അങ്കിൾ നിങ്ങളൊന്ന് കാണട്ടെ, നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് ഇവിടെ ഉണ്ടോ എന്നൊന്ന് കാണാൻ വേണ്ടിയാ. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ എനേബിൾ ചെയ്യുക. വീഡിയോ എനേബിൾ ചെയ്തോ? എനേബിൾ ചെയ്തോ? കാണട്ടെ, അങ്കിളൊന്ന് നോക്കട്ടെ. ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പോകുന്നു. യെസ് യെസ് യെസ്, ഐ ക്യാൻ സീ. നിങ്ങൾ എല്ലാവരും അങ്കിളിന് കാണാം. ഇനിയും കുറച്ചു പേര് വീഡിയോ എനേബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്തേ. കാണട്ടെ കാണട്ടെ കാണട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ കുറെ ആളുകളുണ്ട് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് നമുക്ക് വേഗം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. എന്റെ പേര് ഓൾറെഡി പറഞ്ഞു, എന്റെ പേര് ജോസഫ് ബെഞ്ചമിൻ എന്നാണ്. വിദോഷ് എന്നൊക്കെ അച്ഛൻ പറയുന്നു, അത് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പൊ എന്റെ പേര് ജോസഫ് ബെഞ്ചമിൻ ആണ്. വിദോഷ് എന്ന് വീട്ടിൽ വിളിക്കും. അപ്പൊ വളരെ സന്തോഷം. അതോടൊപ്പം എന്റെ കൂടെ ഇന്ന് വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. അവരെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണാം. നിങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. കാണട്ടെ, നിങ്ങൾ സ്ക്രീനിൽ നോക്കി ഒന്ന് വേവ് ചെയ്തേ എല്ലാവരും. ഓൾ ഓഫ് യു പ്ലീസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് കേട്ടോ. മൈക്ക് ആരും അൺമ്യൂട്ട് ചെയ്യരുത്, മ്യൂട്ട് ചെയ്തിരുന്നോട്ടെ. അങ്ങനെ ചിലപ്പോ ഇങ്ങനെ വേവ് ചെയ്യാൻ പറയും, ചിലപ്പം തംസപ്പ് ചെയ്യാൻ പറയും, സ്മൈൽ ചെയ്യാൻ പറയും. അപ്പൊ അതെല്ലാം പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്തോണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കൂടെയുള്ള ഒരു അച്ചാച്ചനുണ്ട്. അച്ചാച്ചനെ നമുക്ക് പരിചയപ്പെടാം. ഈ അച്ചാച്ചൻ നമ്മുടെ മധ്യകേരള മഹായിടവകയുടെ ക്ലർജി സെക്രട്ടറി ജോൺ ഐസക് അച്ഛന്റെ മകനാണ്. ഷാലോം ഈസോ ജോൺ. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. ഷാലോം അച്ചാ, വേഗം ഒരു ഹായ് പറഞ്ഞേ. ഹലോ കൂട്ടുകാരെ, കേക്കാവോ? ഹലോ, കേക്കാവോ? വിദോഷ് സാർ പറഞ്ഞ പോലെ എന്റെ പേര് ഷാലോം ഐസോ ജോൺസൺ എന്നാണ് പേര്. ഞാനിപ്പം കോട്ടയം ജില്ലയിലെ വടവാത് ശീർഷപ്പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാന് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടിരിക്കുന്നു. ഞാൻ എൻട്രൻസ് എക്സാമും വലിയൊരു എൻട്രൻസ് എക്സാമും ഒക്കെ എഴുതിയിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ കൂടെ കുറച്ചു നേരം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഞാനും ഉണ്ട്. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ. അപ്പൊ ഷാലോം ചാച്ച നമ്മുടെ കൂടെ ഉണ്ടായി തീർന്നില്ല. വേറെ കുറച്ച് പേരും കൂടെ നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലെ. വേറെ ആരുമല്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഷെബിൻ. നമുക്ക് അമ്മു ചേച്ചി ഒന്ന് വിളിക്കാം. അമ്മു ചേച്ചി, അമ്മു എന്നാണ് വിളിക്കുക എല്ലാരും. അപ്പൊ നിങ്ങളുടെ അമ്മു ചേച്ചി, ഓക്കെ, അമ്മു ചേച്ചി നമുക്ക് വെൽക്കം ചെയ്യാം അല്ലെ. അമ്മു വേഗം വാ. ഇതാ, നമുക്കൊന്ന് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ജീവൻ അച്ചാച്ചനുണ്ട്. അച്ചാച്ചനെ നമുക്ക് പരിചയപ്പെടണം. വേഗം. യെസ്, നമ്മൾ വേഗം പരിചയപ്പെടുന്നു. ഇതാണ് നമ്മുടെ അമ്മു ചേച്ചി. ഇന്ന് നമ്മളെ പാട്ട് പഠിപ്പിക്കാൻ നമ്മളൊപ്പം ഉണ്ട്. യെസ്, അമ്മു ചേച്ചി ഇവിടെ ഉണ്ട്. യെസ്, ജീവൻ അച്ചാച്ചൻ നമ്മുടെ കൂടെ. ഒരു ജീവൻ അച്ചാച്ചനുണ്ട്. യെസ്, ജീവൻ അച്ചാച്ചനുണ്ട്. ഒരു ഇവാച്ചി ഉണ്ട്. യെസ്,
അപ്പൊ ഇത്രയും ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നിങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വേഗം ആ കാര്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഗെയിം ചെയ്യാൻ ഇഷ്ടമാണോ? ഗെയിം ഇഷ്ടമാണോ? അയ്യോ, ഗെയിം എന്ന് പറഞ്ഞപ്പോഴേ ആ സന്തോഷം ശാലമേ കണ്ടോ അല്ലേ? അച്ഛന് ഭയങ്കര സന്തോഷം. അതാ PTA ജീവി കുറച്ചൊരു രസമായിരിക്കുന്നു. ഗെയിം ഒക്കെ ഉണ്ടോ? വെരി ഗുഡ്. തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് ഗെയിംസോടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കൊച്ചു ഗെയിം. ശാലമ ആ ഗെയിമിനെ കുറിച്ചാണെന്ന് പറയട്ടെ. ആ ഗെയിം എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഗെയിമാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ വേഗം ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കണം. എല്ലാ കൂട്ടുകാരും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗെയിമാണ്. ഈ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ഐസ് ബ്രേക്കിംഗ് ഗെയിമാണിത്. അപ്പൊ നമ്മൾ ഈ ഐസ് ബ്രേക്കിംഗ് ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ആദ്യം നമ്മുടെ ചാറ്റ് ബോക്സിൽ വരണം. ചാറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും വേഗം അങ്കിളിന് ഹായ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. കം ഫാസ്റ്റ്. വേഗം നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ വരിക. ചാറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അങ്കിളിന് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുക. വന്നോ? വന്നുകൊണ്ടിരിക്കുന്നു. ഹായ്. ഇനി അറിയാലോ അല്ലേ എല്ലാ കുട്ടികളും? പിന്നെ അവര് വളരെ സ്മാർട്ട് അല്ലേ? കൂട്ടുകാരെ വളരെ ബ്രില്യന്റ് ആണ്. എല്ലാവരും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ് അയച്ചു. ഹായ് മാത്രം, ഹലോ മാത്രം, ഒറ്റ പ്രാവശ്യം. ഓക്കെ, നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ചാറ്റ് വിൻഡോയിൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ വേഗം അവിടെ ടൈപ്പ് ചെയ്യണം. ആദ്യം ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അവസരങ്ങൾ ലഭിക്കുക, ചാൻസസ് ലഭിക്കുക, ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുക. സോ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കണം. ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യാൻ, അങ്കിൾ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗെയിം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ വേഗം നിങ്ങളുടെ സ്ക്രീനിലോട്ട്, അങ്കിൾ ഇപ്പോൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യും. നിങ്ങൾ വേഗം ആ സ്ക്രീനിൽ ഒന്ന് നോക്കണം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ നിങ്ങൾ നോക്കണം അങ്കിള് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് കേട്ടോ. കൂട്ടുകാരെല്ലാരും ശ്രദ്ധിച്ച്, അതെ, ശാലമ ചേച്ചൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചിരുന്നോണം. കൂട്ടുകാരെല്ലാരും ആക്റ്റീവ് ആയിരുന്നോണം. ചാറ്റ് വിൻഡോ റെഡിയാണ്. ഇതാ ചാറ്റ് ബോക്സ് കണ്ടോ നിങ്ങള്? സോറി, നിങ്ങളുടെ സ്ക്രീനിൽ വല്ലതും കിട്ടിയോ? എന്തോ കാണുന്നേ? നമ്മുടെ പോസ്റ്റർ കാണുന്നുണ്ട്. നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ തിരുമേനിയുണ്ട്, അതിനകത്ത് യേശുവപ്പച്ചനുണ്ട്, കുറെ കൊച്ചു കൂട്ടുകാരുണ്ട്. നമ്മുടെ പോസ്റ്ററാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത പേജിലേക്ക് ഞങ്ങൾ പോവാണ്. നിങ്ങൾ അവിടെ എന്താണ് കാണുന്നത് എന്ന് വളരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നോ നീഡ് ടു റീഡ്, ജസ്റ്റ് ഹാവ് എ ലുക്ക്. വായിക്കരുത്, ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രം ചെയ്യുക. ഓക്കെ ഓക്കെ, കണ്ടോ നിങ്ങള്? വായിച്ചോ? കണ്ടോ? ശാലോച അവരത് കണ്ടു. നമ്മുടെ എല്ലാവരും കണ്ടു. കണ്ട കൂട്ടുകാര് എല്ലാവരും ഒരു തംസപ്പ് തന്നെങ്കിൽ വേഗം ഫാസ്റ്റ് ആയിട്ട്, വേഗം ഫാസ്റ്റ്. കണ്ടോ? നിങ്ങളത് കണ്ടോ? യെസ്, കണ്ടില്ല? ഒന്നുകൂടെ തരാം, ഒറ്റ പ്രാവശ്യം കൂടെ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ അങ്കിൾ ഒന്നുകൂടെ ഷെയർ ചെയ്യാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അങ്കിളിന്റെ ഒരു തംസപ്പ് തരണം. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ വേഗം ഒരു തംസപ്പ് തന്നെ. വിത്ത് യുവർ സ്മൈലിംഗ് ഫേസ്, ചിരിച്ചോടൊരു തംസപ്പ് തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ. കണ്ടല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഐസ് ബ്രേക്കിംഗ് ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ അങ്കിള് തന്ന ഈ സ്ക്രീനിൽ തന്ന കാര്യം നിങ്ങൾ വായിക്കണം. യെസ്, അപ്പൊ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഇത് വായിക്കണം. വായിക്കാൻ റെഡിയാണല്ലോ? നിങ്ങൾ ആരൊക്കെ ഇത് വായിക്കാൻ റെഡിയാണ്? ക്യാൻ യു ഷോ യുവർ ഹാൻഡ്സ്? നിങ്ങൾ ഇത് വായിക്കാൻ റെഡി ആയിട്ടുള്ളത് ആരൊക്കെയുണ്ട്? ഒന്ന് കാണിച്ചേ, ആരൊക്കെ വായിക്കാൻ റെഡിയാണ്? അലനും അലോനയും റെഡി ആയിട്ടിരിക്കുകയാണ് വായിക്കാനായിട്ട്. എങ്ങനെയാ വായിക്കുന്ന നിങ്ങൾ പറയും. റെഡിയാണല്ലോ? അപ്പൊ നിങ്ങൾ എല്ലാവരും വായിക്കാൻ റെഡിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വായിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്, ആരാദ്യം വായിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യേണ്ടത് വേഗം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. ആദ്യം ടൈപ്പ് ചെയ്യുന്ന 2 പേരായിരിക്കും വായിക്കുക. വേഗം, ഫാസ്റ്റ്, വേഗം ടൈപ്പ് ചെയ്യുക. ആദ്യം പേര് ടൈപ്പ് ചെയ്യുന്ന 2 പേരായിരിക്കും വായിക്കുക. ആരാണ്? യെസ്, അനഘ, അലീന. അനഘ മോളും അലീന മോളുമാണ് വായിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് വന്നിരിക്കുന്ന, എന്റെ ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ആദ്യത്തെ 2 പേരുകൾ
ഫസ്റ്റ് വൺ അനഘ, സെക്കൻഡ് വൺ അലീന. ശാലമ ചാച്ച, നമുക്ക് ആരെ കൊണ്ടാ വായിപ്പിക്കണ്ടേ? അനഘ, അനഘ മോളെ കൊണ്ട് വായിപ്പിക്കാം. അനഘ മോളെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ, അനഘ മോളെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മോള് വായിക്കേണ്ടത് ഇവിടെ എഴുതിയിരിക്കുന്നതല്ല, ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന കളേഴ്സ് ആണ് അനഘ മോള് വായിക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ? യെല്ലോ, ബ്ലൂ, ഓറഞ്ച്, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ. ബട്ട് അനഘ മോള് വായിക്കേണ്ടത് ഇങ്ങനെയാണ്: ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ബ്ലൂ. മനസ്സിലായോ? അപ്പൊ മോള് വായിക്കേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നതല്ല, അവിടെ കാണുന്ന കളറാണ് വായിക്കേണ്ടത്. ആർ യു റെഡി? ആ ലെറ്റർ ഏത് കളറിലാണോ എഴുതിയിരിക്കുന്നത് ആ കളറാണ് പറയേണ്ടത്, ആ കളറാണ് വായിക്കേണ്ടത്. മനസ്സിലായോ അനഘ മോൾ? ഹലോ അനഘ, വന്നോ? ഹലോ അനഘ എവിടെ? പേരെഴുതിയിട്ട് ആള് മുങ്ങിയോ? എന്ത് പോയോ? അനഘ എവിടെ? അനഘ സെക്കൻഡ് നെയിം എനിക്ക് തോന്നുന്നു ഇനി ആരും വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ശാലമ ചാച്ചാ, ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ആരുണ്ട് ഇവിടെ? നമ്മുടെ മലബാർ ഡയോസിസിൽ വളരെ ബ്രില്യന്റ് ആയി, സ്മാർട്ടായി ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആരുണ്ട്? കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെഷനിലോട്ട് പോകണം. ഫാസ്റ്റ് ഫാസ്റ്റ്, ആരുണ്ട്? കം ഫാസ്റ്റ്. ഓക്കെ അങ്കിളെ, ഞാനൊരു പേര് പറയട്ടെ അങ്കിൾ? യെസ്, പറഞ്ഞോളൂ. ഞാൻ ഒരാളുടെ പേര് പറയാം. നമ്മുടെ കൂട്ടുകാരനായ അല്ലേ, ഏബൽ ഇമ്മാനുവൽ. പറയാവോ? ഏബൽ റെഡിയാണോ? റെഡിയാണോ? വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചോളൂ, നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകണം. റെഡിയാണ്. ഏബൽ അൺമ്യൂട്ട് ചെയ്തോളൂ, എന്നിട്ട് വായിക്കാം. യെസ്, ഏബൽ ഇമ്മാനുവൽ ജിജിത്ത്. ഏബൽ മനസ്സിലായോ എങ്ങനെയാന്ന് വായിക്കണ്ടേ? ഏബലെ അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, അവര് പ്രാക്ടീസ് ചെയ്തോ കേട്ടോ. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. അപ്പൊ നമുക്ക് ടൈം അവസാനിച്ചിരിക്കാം, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഒരുപാട് ടൈം ഇല്ല, കുറച്ച് സമയമുള്ളൂ. നമ്മൾ വേഗം നമ്മുടെ ഇന്നത്തെ പാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ടൈം കളയാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തെ പാട്ടിലേക്ക് പോകുന്നു. വേഗം നമ്മുടെ പാട്ടിലേക്ക് പോകാം. ആ പാട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശു എന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. സീറോ, ഞാനൊരു സീറോ, യേശു ഇല്ലേൽ സീറോ, യേശു എന്റെ ഉള്ളിലില്ലേൽ ഞാനൊരു വെറും സീറോ. അതാണ് ഇന്നത്തെ പാട്ട്. നമുക്ക് വേഗം ഒന്ന് പഠിക്കാം. നിങ്ങൾ വേഗം ശ്രദ്ധയോടിരിക്കുമ്പോ അങ്കൾ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. നമ്മുടെ പാട്ടിലേക്ക് പോകുന്നു. ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ലിറിക്സ് കാണുന്നുണ്ടോ? ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്ന ഞാനൊരു സൂപ്പർ ഹീറോ. ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്ന ഞാനൊരു സൂപ്പർ ഹീറോ. ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക ലക. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും വേവ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നെങ്കിൽ all of you please wave your hand. Very good, super. പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കണേ. ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിന്റെ ഹീറോ, യേശുവിന്റെ ഉള്ളിലെ ഞാനൊരു വെറും സീറോ. ഹീറോ, ഞാനൊരു ഹീറോ, യേശുവിന്റെ ഹീറോ, യേശുവിന്റെ ഉള്ളിലെ ഞാനൊരു വെറും സീറോ. ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും
കിട്ടിയോ? കിട്ടിയോ? നിങ്ങൾക്ക് പാട്ട് മനസ്സിലായോ? ഒരു പ്രാവശ്യം നമുക്കൊന്ന് പാടാം. ആ സമയത്ത് നിങ്ങളോടൊന്ന് പാടാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആക്ഷൻ ഉണ്ട്, അതുകൂടെ നമുക്ക് പഠിക്കണം. ഓക്കെ, ബിഫോർ ദാറ്റ് നമ്മൾ ഒന്നുകൂടെ പാടുന്നു. നിങ്ങൾ അവിടെ കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പാടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ. റെഡി ആണല്ലോ? യെസ്. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക ലക. കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, സൂപ്പർ. സീറോ ഞാനൊരു സീറോ, യേശുവിൽ ഞാൻ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. സീറോ ഞാനൊരു സീറോ, യേശുവിൽ ഞാൻ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക ലക. കിട്ടിയോ? പാട്ട് കിട്ടിയോ? പാട്ട് മനസ്സിലായോ? പാട്ട് മനസ്സിലായെങ്കിൽ വേഗം എല്ലാവരും ഒരു തംസ് അപ്പ് തന്നെങ്കിൽ വിത്ത് യുവർ സ്മൈലിംഗ് ഫേസ്, ചിരിച്ചോണ്ടൊരു തംസ് അപ്പ് തന്നെ കാണട്ടെ. ഓൾ ഓഫ് യു പ്ലീസ്, എല്ലാവരും വേഗം, എല്ലാവരും നല്ല സ്മൈലിംഗ് ഫേസോട് കൂടി. വെരി ഗുഡ്, സൂപ്പർ, ഗംഭീരം. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ ആക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നു. വേഗം നമുക്ക് നമ്മുടെ ആക്ഷൻ ടീം ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ അമ്മ ചേച്ചിയും നമ്മുടെ ജീവന ചാച്ചനൊക്കെ നമ്മുടെ ആക്ഷൻ പഠിപ്പിക്കാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. വേഗം വരുന്നു, നമ്മുടെ ആക്ഷനിലേക്ക് പോകുന്നു. അപ്പോ നിങ്ങൾ വേഗം ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യാൻ, ആക്ഷൻ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം പാടാനായിട്ട്, ആക്ഷൻ ചെയ്യാനായിട്ട്. അപ്പോ നമുക്ക് വേഗം ഒന്ന് കാണാം. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ വേഗം ഒന്ന് വേവ് ചെയ്തേ, നിങ്ങൾ റെഡി ആണെങ്കിൽ. യെസ് യെസ് യെസ്, സൂപ്പർ, നിങ്ങൾ റെഡിയാണ്. ഓക്കെ, നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നു. ഹീറോ ഞാനൊരു ഹീറോ. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക ലക. സീറോ ഞാനൊരു സീറോ, യേശുവിൽ ഞാൻ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. സീറോ ഞാനൊരു സീറോ, യേശുവിൽ ഞാൻ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക 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 ജും ജും ബല ജും ബല ലക ലക. ഇനി എല്ലാ കൂട്ടുകാരും ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ. നിങ്ങളിപ്പോ എല്ലാവരും സ്മാർട്ട് ആയിട്ട് അവിടെ ഇരുന്ന് ആക്ഷൻ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. വേഗം ഒന്ന് കാണട്ടെ. നിങ്ങൾ വേഗം നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക. ലാപ്ടോപ്പ് ആണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. കുറച്ച് ബാക്കിലേക്ക് ഒന്ന് മാറി നിൽക്കുക. നിങ്ങൾ വേഗം ഒന്ന് ആക്ഷൻ ചെയ്യാനായിട്ട് ഒന്ന് റെഡി ആക്കി. ഓൾ ഓഫ് യു പ്ലീസ് ഹാൻഡ്സ് അപ്പ്. ഓൾ ഓഫ് യു പ്ലീസ് ഹാൻഡ്സ് അപ്പ്. ഒന്ന് കാണിച്ചേ, ഹാൻഡ്സ് അപ്പ്. യെസ്, ഒന്ന് വേവ് ചെയ്തേ സ്മാർട്ട് ആയിട്ട്.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങൾ നോക്കട്ടെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടോ, ആക്ഷൻ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും റെഡി ആണോ നോക്കട്ടെ. എല്ലാവരും നിങ്ങളുടെ വീഡിയോ എനേബിൾ ചെയ്യണം കേട്ടോ, ആരും ഡിസേബിൾ ചെയ്യരുത്, നിങ്ങളെ കാണണം. ഓക്കെ, ഇതാ ചില ആക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും മമ്മിമാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മമ്മിമാരും പപ്പാമാരും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും വെരി ഗുഡ്, വളരെ സന്തോഷം. തിരുമേനി കാണുന്നുണ്ട്, തിരുമേനി ഇങ്ങനെ എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ തിരുമേനി കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നല്ല സ്മാർട്ടായിട്ട് വേണം നിൽക്കാൻ. അപ്പൊ തിരുമേനിക്ക് ഭയങ്കര സന്തോഷമാവും. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും സ്മാർട്ട് ആയിരിക്കണം, സന്തോഷമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. സോ നമ്മൾ നമ്മുടെ ആക്ഷനിലേക്ക് പോകുന്നു. നമുക്കൊന്ന് പറയണോ? നിങ്ങൾക്ക് ആക്ഷൻ മനസ്സിലായോ? നോക്കിക്കേ, ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ. എന്തായിരുന്നു ചെയ്യുന്നേ? ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ. മനസ്സിലായോ? നെക്സ്റ്റ് ലൈൻ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. വെരി ഗുഡ്, നിങ്ങൾ എല്ലാവരും വളരെ സ്മാർട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾ ചെയ്യുന്നു. നെക്സ്റ്റ് ലൈൻ, ലക 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 ജും ജുംബല ജുംബല ലക 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 ജും ജുംബല ജുംബല ലക ലക. അപ്പൊ റൈറ്റ് സൈഡിലാ ഫസ്റ്റ് ലക ലക ചെയ്തെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, ചേഞ്ച് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ പറയുന്നത് എന്തുവാ? സീറോ ഞാനൊരു സീറോ. ഒന്ന് പറയാം, സീറോ ഞാനൊരു സീറോ, യേശുവില്ലേൽ സീറോ, യേശുവന്റെ ഉള്ളിലില്ലേൽ ഞാനൊരു വേറും സീറോ. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മള് ഹീറോയാണ്. പക്ഷെ യേശു ഇല്ലെങ്കിലത്തെ അവസ്ഥ എന്താ പറയുന്നത്? നമ്മളെല്ലാവരും ബിഗ് സീറോയാന്നാ പറയുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കൂടെ യേശു ഉണ്ടോ എന്ന് ചിന്തിച്ചോണം അല്ലേ? അപ്പൊ നമുക്ക് വിശ്വസിക്കാം, യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ സൂം ആപ്പിലൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനും പഠിക്കാനും സന്തോഷിക്കാനും അവസരം കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ പാട്ടിലേക്ക് പോവാം അല്ലേ? എല്ലാവരും ആക്ഷൻ ചെയ്യാൻ റെഡിയാണല്ലോ അല്ലേ? റെഡി അല്ലേ? ഒന്ന് വേവ് ചെയ്തേ, എല്ലാവരും ഒന്ന് വേവ് ചെയ്തേ, കാണട്ടെ നിങ്ങൾ എല്ലാവരും ആക്ഷൻ ചെയ്യാൻ റെഡിയാണെന്ന് അങ്കിളിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്, വിവോ. ഓക്കെ, എല്ലാവരും റെഡിയാണ്. ശാലമ ചാച്ചാ നോക്കുന്നുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരൊക്കെ റെഡിയാണ്. യെസ്, നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നു, നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. എല്ലാവരും ഒരുമിച്ച് അമ്മു ചേച്ചിയുടെയും ജീവന ചാച്ചന്റെയും കൂടെ ഒരുമിച്ച് നമ്മൾ ആക്ഷൻ ചെയ്യുന്നു. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ. ഓക്കെ, റെഡി? ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ലക 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 ജും ജുംബര ജുംബര ലക 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 ജും ജുംബര ജുംബര ലക 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 ജും ജുംബര ജുംബര ലക 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 ജും ജുംബര ജുംബര ലക ലക. യെസ്, വെരി ഗുഡ്. എല്ലാവരും രസമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും വീഡിയോ എനേബിൾ ചെയ്തിട്ടില്ല. കുറച്ചു പേര് മാത്രമേ വീഡിയോ എനേബിൾ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ബ്രില്യന്റ് ആയിരിക്കുന്നു, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. സീറോ ഞാനൊരു സീറോ, യേശുവിൽ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വേറും സീറോ. സീറോ ഞാനൊരു സീറോ, യേശുവിൽ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വേറും സീറോ. ലക 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 ജും ജുംബര ജുംബര ലക 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 ജും ജുംബര ജുംബര ലക 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 ജും ജുംബര ജുംബര ലക 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 ജും ജുംബര ജുംബര ലക ലക. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലെ? നമ്മുടെ ജീവന ചാച്ചനും അമ്മ ചേച്ചിക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓൾ ഓഫ് യു പ്ലീസ്. യെസ്, വെരി ഗുഡ്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ കുറെ പേരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞല്ലേ? ഇതാ ഒരു 5 മിനിറ്റ് കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 5 മിനിറ്റിൽ നിങ്ങളെ കാണാൻ വേറൊരാളും കൂടെ വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലെ? അദ്ദേഹം നിങ്ങളോടൊരു പുതിയ കാര്യം കൂടെയാണ് പറയാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണൊന്ന് അടയ്ക്കണം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. നമ്മൾ എങ്ങനെ ഇരിക്കുന്നേ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചായിരിക്കും അല്ലേ? പ്ലീസ് ക്ലോസ് യുവർ ഐസ്.
യെസ്, നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കുന്നു. ചില കൂട്ടുകാരൊക്കെ ആണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ടോ എന്ന് അങ്കിളുടെ ഒരു സംശയമുണ്ട്. ഒരാന്റി ഇതാ കൈ ചിലവര് ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. യെസ്, ചില കൂട്ടുകാരൊക്കെ കണ്ണടച്ചിട്ടില്ല, ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട്. ശലമ ചാച്ച കണ്ടോ? ഒരു ടീച്ചർ ആന്റി ആണെന്ന് തോന്നുന്നു. ടീച്ചർ ആന്റി കൈയൊക്കെ കൂപ്പിയായിരിക്കുന്നു അല്ലേ? കണ്ടായിരുന്നോ? അതെ അതെ അതെ, വെരി ഗുഡ്, വളരെ സന്തോഷം. നിങ്ങൾ എല്ലാരും വളരെ സ്മാർട്ട് ആയിരിക്കുന്നു. Yes, hello, uncle. Good evening. Good evening. Hello, good evening. Yes, okay. നോക്കിക്കേ, നോക്കുക, നമ്മുടെ കൂട്ടുകാരെല്ലാരും റെഡിയാണ്. യെസ്, ഞാൻ കാണുന്നുണ്ട്. യെസ്, കാണുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഇത് ആരായി നമ്മുടെ സൂം മീറ്റിൽ നിന്നുണ്ടെന്ന് അറിയാമോ? എനിക്കറിയാം, സൂം മീറ്റ് അല്ലേ? യെസ്, ഇത് സൂം മീറ്റ് ആണ്. സൂം മീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് പേര് നമ്മുടെ സൂം മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള തിരുമേനിയുണ്ട്. യെസ്, നമ്മുടെ തിരുമേനിയുണ്ട്. റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയുണ്ട്. ഹായ് തിരുമേനി, ഗുഡ് ഈവനിങ്. യെസ്, നമ്മുടെ തിരുമേനി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ്. എനിക്ക് തിരുമേനി ഒത്തിരി ഇഷ്ടമായി. അയ്യോ, തിരുമേനിയെ ഭയങ്കര ഇഷ്ടമായി നമ്മുടെ കൂട്ടുകാരന്. യെസ്, നമുക്ക് എല്ലാവർക്കും തിരുമേനി ഇഷ്ടം അല്ലെ? അപ്പൊ തിരുമേനിയുടെ സാന്നിധ്യം നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തിരുമേനി മാത്രമല്ല, നമ്മുടെ സാംപ്രകാശ് അച്ഛനുണ്ട്. അച്ഛനെ എനിക്കറിയാം. എങ്ങനെ അറിയാം? എന്റെ ഫേസ്ബുക്കില് എന്റെ ഫ്രണ്ടാ അച്ഛൻ. ആഹാ, നിങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ അല്ലേ? യെസ് യെസ് യെസ്. അച്ഛനെ അറിയാം. പിന്നെ തീർന്നില്ല, ജെയിംസ് അച്ഛനെ എനിക്കറിയാം. ജെയിംസ് അച്ഛനെ അറിയാമോ? എനിക്കറിയാം. യെസ്, ജെയിംസ് അച്ഛനെ അറിയാം. ഓക്കെ, പിന്നെ ഏതച്ഛനെ അറിയാം? അച്ഛനെ അറിയാം. യെസ്, പി ടി അച്ഛനെ അറിയാം. അപ്പൊ അച്ഛന്മാരും ഒക്കെ അറിയാം നിനക്ക് അല്ലേ? യെസ്, എനിക്ക് എല്ലാവരെയും അറിയാം. തോമസ് സാറിനെ അറിയാം. തോമസ് സാറിനെ അറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാരും അറിയാം. പക്ഷെ കൂട്ടുകാരെ മാത്രം എനിക്ക് അറിയത്തില്ല. സാരമില്ല, കൂട്ടുകാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇപ്പൊ. ഓക്കെ, അപ്പൊ നീ എന്തായാലും ഒരു കാര്യം ചെയ്യുക. ഞങ്ങൾ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞു, ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നീ നിന്റെ പേരൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. യെസ്, പറഞ്ഞോളൂ. എന്റെ പേര് പറയട്ടെ? യെസ്, പറഞ്ഞോളൂ. My name is പറഞ്ഞോളൂ. പറട്ടെ? അയ്യോ, ശാലാമച്ചാച്ചനുണ്ടോ? ഹായ് ശാലാമച്ചാച്ച, ഗുഡ് ഈവനിങ്. My name is Uncle. I am so sorry. ഞാൻ മറന്നതായി എന്റെ പേര്. മക്കളെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ പേര് മറന്നു പോവുമോ? ആരെങ്കിലും സ്വന്തം പേരൊക്കെ മറക്കുവോ? അത് കഷ്ടമായി പോയി അല്ലേ? ആരെങ്കിലും സ്വന്തം പേര് മറന്നു പോവുമോ അല്ലേ? മക്കളെ, നിങ്ങൾ എല്ലാരും നിങ്ങളുടെ പേര് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? വേഗം നിങ്ങളുടെ പേര് ചാറ്റ് ബോക്സിൽ ഒന്ന് പേര് ടൈപ്പ് ചെയ്തേ, കാണട്ടെ. നിങ്ങളുടെ പേര് മറന്നിട്ടില്ലെങ്കിൽ വേഗം നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. അവരവരുടെ പേര് മറന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ ചാറ്റ് ബോക്സിലേക്ക്. വെരി ഗുഡ്. എല്ലാവരും ഇതാ പേര് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവരുടെ പേര് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ആരും അവരുടെ പേരുകൾ മറന്നു പോയിട്ടില്ല. അങ്കിൾ, ഐ ആം സോ സോറി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ നിന്റെ പേര് മറന്നിട്ടില്ല. ഷാലോമ ചാച്ചാ, നമുക്കറിയാലോ പേര് അല്ലേ? ഞാനങ്ങ് പറഞ്ഞേക്കാം അല്ലേ? യെസ്, അപ്പൊ ഞാൻ പറയാം നിന്റെ പേര്. ഇവന്റെ പേര് അങ്കിൾ, സോറി, ഞാൻ ആർത്ത്. നീ മറക്കുവോ? ഇല്ല. യെസ്, എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞോളൂ, എന്താ പേര്? എന്റെ പേര് എന്റെ പേര് റോണി. യെസ്, മൈ നെയിം ഈസ് റോണി. യെസ്, എന്തോ പേര്? റോണി. നിങ്ങൾ എല്ലാവരും ഒന്ന് റോണി ഒന്ന് നീട്ടി വിളിക്കാവോ? നിങ്ങൾ ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട, മ്യൂട്ട് ചെയ്തിരിക്കട്ടെ. എല്ലാവരും റോണി എന്നൊന്ന് വിളിച്ചേ. ഓൾ ഓഫ് യു പ്ലീസ്. റോണി. യെസ്, വെരി ഗുഡ്. എനിക്ക് അറിയാം നിങ്ങൾ റോണി എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ക്യാമറയുടെ മുൻപിലേക്ക് വന്നിട്ട് വേണം വിളിക്കാൻ. ലൈക്ക് ദിസ്, റോണി എന്ന് വിളിക്കണം. ഓക്കെ, വേഗം. വാവ്, സൂപ്പർ. എല്ലാവരും ഓൾ ഓഫ് യു പ്ലീസ്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒന്നുകൂടെ. എനിക്ക് കാണാം. എന്നെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അല്ലേ?
യെസ്, പിന്നെ തീർച്ചയായിട്ടും റോണിയെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് നിന്നെ എല്ലാരും പേര് റോണി എന്ന് വിളിച്ചു. നമുക്ക് ഈ ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, അതുകൊണ്ടാ നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ നീ വേഗം ഇവരോട് എന്താ പറയുന്നത്? ഞാൻ വാക്യം നടത്തിച്ചാലാ? യെസ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം, നിനക്കറിയാവുന്ന ഒരു വാക്യം പറഞ്ഞിട്ട് നീ വേഗം ഒന്ന് പൊയ്ക്കോളൂ. അങ്കിളിന് 1-2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ട്. വേഗം. എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം പറയട്ടെ? യെസ്, പറഞ്ഞോളൂ. സങ്കീർത്തനങ്ങൾ 23-ന്റെ 1. യെസ്, സങ്കീർത്തനങ്ങൾ 23-ന്റെ 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്താ ചിരിക്കുന്നേ? എവിടെ ഒരു വശപ്പശകില്ലേ? ഉണ്ടോ? ചെറുതായിട്ട്. എനിക്ക് തെറ്റിയാ അങ്ങളെ? എനിക്ക് തെറ്റിയാ? ചെറുതായിട്ടും തെറ്റിയതുപോലെ ഉണ്ടല്ലേ? സങ്കീർത്തനങ്ങൾ 20 പോലുണ്ട്. തെറ്റിയതുപോലെ അല്ലേ? അതെ. അത് ഏതാ ശാലോമ ചാച്ചാ കറക്റ്റ്? ഏതെങ്കിലും കൂട്ടുകാരോടൊന്ന് പറയാൻ പറഞ്ഞാലോ? ആർക്കെങ്കിലും? അതെ, നമുക്ക് പറയാം. കൂട്ടുകാരോട് തിരുത്താം. നമുക്ക് ആരെങ്കിലും ഒന്ന് പറയോ? ആദിയിൽ ഡേവിഡ് ഒരു മോള് കൈപൊക്കി. ഒന്ന് പറഞ്ഞേ മോളെ, കേക്കട്ടെ. ഏത് വാക്യം അത്? അതൊന്ന് അലോ ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്യാൻ അലോ ചെയ്യാവോ? അത് എവിടായിരുന്നു? ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട്. ആരായിരുന്നു പേര്? റീജ ഡേവിഡ്. യെസ്, മോളെ അൺമ്യൂട്ട് ചെയ്തോ ഇനി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് ഏത് വാക്യമാണ്? അതിന്റെ റെഫറൻസ് മാത്രം ഒന്ന് പറഞ്ഞേ. ആ നാൾക്ക് അറിയത്തില്ല അങ്ങളെ. വെരി ഗുഡ്. മോളുടെ പേര് കൂടെ ഒന്ന് പറഞ്ഞേ. റയൻ ബോണി. റയൻ, റൈറ്റ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. എനിക്ക് ആ നാളെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങളെ. ഭയങ്കര ഇഷ്ടമായി. പ്ലീസ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. റയൻ മോൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്കിളേത് മോനാ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സോറിയേ. നിന്നെ കണ്ടാലും ഞാൻ വിചാരിച്ച് നാളാന്ന. എടാ ഭയങ്കര അല്ലേ? ശരി, അപ്പൊ റോഡി വിചാരിച്ചു മോളാന്നാ വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോ ഒരു മോളെ പോലുണ്ടല്ലേ? ശരിയാ, എനിക്ക് സോറി എന്നോട് ക്ഷണിക്കണം കേട്ടോ. റിയലി സോറി. യെസ്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സമയം ഇതാ മുമ്പോട്ട് പോകും. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? റോണി നമ്മുടെ ടൈം ഇത് അവസാനിക്കുന്നു. അച്ഛൻ തന്ന ടൈം കഴിഞ്ഞ് 5 മിനിറ്റ് കൂടായി. വേഗം ഒരു ടാറ്റ കൊടുക്കുക, നമുക്ക് പോയി കിടങ്ങുക, പോയി അവിടെ ഇരിക്കുക. അങ്കിളിന് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് തിന്നൊരു ദിവസം കാണാം കേട്ടോ. ബൈ 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 ബൈ. അപ്പൊ നമുക്ക് പുതിയൊരു കാര്യം കൂടെ ഉണ്ട് കേൾക്കാൻ. ഒറ്റ കാര്യം കൂടെ അങ്കിൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മളിപ്പോ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ? എല്ലാവരും നമ്മുടെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കണേ. വേഗം അങ്കിൾ ഒരു 3 കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെന്നറിയാമോ? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കൊറോണ ടൈമിൽ. എന്തൊക്കെയാണ്? കീപ് ഹാൻഡ്സ് ആൻഡ് ബോഡി ക്ലീൻ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എവിടെ പോയാലും നമ്മൾ എന്തു ചെയ്താലും നമ്മുടെ കൈകൾ സാനിറ്റൈസ് ചെയ്യും. അല്ലേ ശാലോമ ചാച്ചാ? സാനിറ്റൈസ് ചെയ്യും. എന്താ കാര്യം? നമ്മുടെ കൈകൾ ശുദ്ധമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഈ കൊറോണ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ തിരുമേനി എന്ന് പറഞ്ഞ ആ സ്റ്റോറിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്യണമെന്നുള്ളതായിരുന്നു അല്ലേ? ആ ഒരു കാര്യത്തിലൂടെ തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചത്. എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യങ്ങളുണ്ട്. ആ കഥ ഇങ്ങനെ കേട്ടു വന്നപ്പോ എല്ലാവർക്കും വലിയൊരു മൂല്യം ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പൊ ദൈവം ഈ കൊറോണയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തോ അത് ആരോ ഒരാള് സ്ക്രീനിൽ എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. തിരുമേനി പറഞ്ഞ ആ സ്റ്റോറി പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നപ്പോ നമ്മളെല്ലാവരും വ്യത്യസ്തതകളുണ്ട്. പക്ഷേ എല്ലാവരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ
ഒരുപാട് വാല്യൂ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ദൈവം. അപ്പൊ ഇന്ന് നോക്കിക്കേ, എല്ലാവരും ഒരുപോലെയാ അല്ലെ? എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, മാസ്കും ഒക്കെ ഇട്ട് അല്ലെ? എല്ലാവർക്കും ഒരേപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെ. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നോക്കുക, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ കൈ കഴുകുന്നു. കൊറോണ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനായി നമ്മൾ കൈ കഴുകുന്നു. സെയിം തിങ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കീപ് ഹാൻഡ്സ് ആൻഡ് ബോഡി ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് ക്ലീനായി ഹോളിയായി സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ സൂക്ഷിച്ച ഒരാളെ കുറിച്ച് നമ്മൾ ബൈബിളിൽ പഠിക്കുന്നുണ്ട്. നിക്കോദിമോസ് യേശുവിന്റെ അടുത്ത് വന്നു, ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോയ ഒരു മനുഷ്യൻ. കീപ് ലൈഫ് ഹോളി. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ? ഈ വൈറസിന്റെ ടൈമില് നമ്മളൊരു ഡിസ്റ്റൻസ്, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് സ്പിരിച്വൽ ലൈഫിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാപം എന്ന വൈറസിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് നമുക്ക് സൂക്ഷിക്കണം. ബൈബിളില് നമ്മൾ കാണുന്നുണ്ട്, ഒരു ശമരിയക്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അവൾക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. അവള് മറ്റു മനുഷ്യരിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് അവൾ കീപ്പ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത് പാപത്തിൽ നിന്നാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശമരിയക്കാരി സ്ത്രീ പാപത്തിൽ നിന്ന് അകലം പാലിക്കാൻ യേശുവിലൂടെ പഠിച്ച് മനസ്സിലാക്കി മടങ്ങിപ്പോയി. അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം, പാപത്തിൽ നിന്ന് ഒരു അകലം പാലിക്കുന്ന അനുഭവം. വീണ്ടും അവസാനമായിട്ട് അങ്ങള് പറയുന്നു, മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? വെയർ എ മാസ്ക്. കൊറോണ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനായി നമ്മളൊരു മാസ്ക് ധരിക്കണം. നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പോ എന്തുവാ മാസ്ക്? അതൊരു പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് ധരിക്കാനുള്ള, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ പാപം എന്ന വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്, ഒരു ഷീൽഡ് ആണ് എന്ത്? പ്രയർ എന്ന് പറയുന്നത്. നമ്മൾ ബർത്തിമായിയുടെ സ്റ്റോറി പഠിക്കുന്ന സമയത്ത് ബർത്തിമായി ചെയ്തൊരു കാര്യമാണ്, നീ മിണ്ടാതിരിക്കുന്ന എല്ലാരും പറഞ്ഞപ്പോ ബർത്തിമായി മിണ്ടാതിരുന്നില്ല. ബർത്തിമായി വിളിച്ചപേക്ഷിച്ചു, യേശുവേ നീ എന്നെ സഹായിക്കണം, പ്ലീസ് ഹെൽപ്പ് മീ. യേശുവിനോട് കരഞ്ഞ് നിലവിളിച്ചപ്പോ യേശു ചെന്നു, അവനെ തൊട്ടു, അവന് സൗഖ്യം കൊടുത്തു. അപ്പോ പാപം നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനായി പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി നമുക്ക് വേണം. അപ്പൊ ഓർക്കുക, കൊറോണ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനായി നമ്മുടെ ഇതൊരു ചലഞ്ചാണ്. നമ്മുടെ SMS ചലഞ്ച് എന്നൊക്കെ പറയാം അല്ലെ? ആ സെയിം കാര്യമാണ് അങ്കിൾ ഇവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ ബോഡിയും ശരീരവും ക്ലീൻ ആകണം. മാത്രമല്ല സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ആളുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാത്രമല്ല, പാപത്തിൽ നിന്ന് നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ലാസ്റ്റ് വൺ എന്തായിരുന്നു? പ്രാർത്ഥനയുടെ വലിയൊരു കവചം, ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഷീൽഡ് തീർക്കാനായി നമുക്ക് സാധിക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് വളരെ ശക്തമായി മുന്നോട്ട് പോകും. നമ്മൾ വളരെ മിടുക്കരായിട്ട് മുന്നോട്ട് പോകും. ദൈവം നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമയം അവസാനിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു അവസരം നൽകിയ ഏറ്റവും ബഹുമാനമുള്ള അച്ഛനോട്, തിരുമേനിയോട്, എല്ലാവരോടുള്ള നന്ദിയെ, സ്നേഹത്തെ അറിയിക്കുന്നു. ബാക്കി കാര്യങ്ങളിലേക്ക് അച്ഛനെ ഏൽപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുകയും വളരെ ശക്തമായ വ്യക്തമായ ഒരു സന്ദേശം ഈ കാലഘട്ടത്തിനനുസരണമായിട്ട് നൽകുകയും ചെയ്ത പോപ്പിൻസ് ഹൗസിൽ നിന്ന് ജോസഫ് ബെഞ്ചമിൻ, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന വിദോഷ്, ആ ടീമിനും മലബാർ മഹാഡയുടെ പേരിലും മാത്രമല്ല കോഴിക്കോട് ജില്ലയുടെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കുറച്ച് പ്രോഗ്രാം കൂടിയുണ്ട്. കുഞ്ഞുങ്ങളുടെ ഒരു അനുഭവ സാക്ഷ്യം, ടീച്ചേഴ്സിന്റെ ഈ കോവിഡ് കാലത്തെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ചെറിയ കഥ നമുക്ക് കേൾക്കാം. ആദ്യം റിച്ചാർഡ് പുതിയറയിൽ നിന്ന് ഒരു കൊച്ചു കഥ പറയും. അതിനുശേഷം നമുക്ക് അൻവിതയുടെ അന്നശ്ശേരി പള്ളിയിലെ അൻവിതയുടെ സാക്ഷ്യവും കേൾക്കാം. ആദ്യമായിട്ട് ഒരു ചെറിയ കഥ ആദ്യം റിച്ചാർഡ് പുതിയറ ചർച്ചിനെ പ്രതികരിക്കുന്നു. ഇല്ല, കാണുന്നില്ല എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അൻവിതയുടെ സാക്ഷ്യത്തിലേക്ക് പോകാം. അൻവിത ചാൾസ് അന്നശ്ശേരി സൺഡേ സ്കൂളിനെ പ്രതികരിക്കുന്നു. ഈ മീറ്റിൽ
ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സൺഡേ സ്കൂൾ ടീച്ചർമാർ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അൻവിത ചാൾസ്. ഞാൻ അന്നശ്ശേരി സഭാംഗമാണ്. കഴിഞ്ഞ 6 മാസമായി ലോകമെമ്പാടും നാം ഉൾപ്പെടുന്ന ജനത COVID-19 എന്ന മഹാവ്യാധിയുമായി മല്ലിടുകയാണ്. നമ്മുടെ ജീവിതം നാം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വഴിത്തിരിവിലേക്കാണ് പൊടുന്നനെ നീങ്ങിയത്. ലോകമൊട്ടുക്കുമുള്ള ആബാല വൃദ്ധജനങ്ങൾ ഇപ്പോഴും കൊറോണ വൈറസിന്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഭൂമണ്ഡലത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടാൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലോക്ക്ഡൗൺ അനുഭവക്കുറിപ്പാണ്. നമ്മൾ കുട്ടികൾക്ക് ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് കൊറോണ വൈറസ് ബാക്കി വെച്ചത്. നമ്മുടെ വിദ്യാലയങ്ങൾ, കൂട്ടുകാർ, ഗുരുക്കന്മാർ അങ്ങനെ പലതും മറന്ന് ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, ആന്റിജൻ അങ്ങനെ ജീവിതത്തിൽ കയറി വന്നു. ഈ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ആനുവൽ എക്സാം എഴുതാൻ സ്കൂളിൽ പോയപ്പോൾ നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇനി കുറച്ചു നാളത്തേക്ക് നമ്മൾ സ്കൂൾ അങ്കണത്തിൽ എത്തില്ല എന്ന്. പിന്നെ വെക്കേഷൻ. സാധാരണ വെക്കേഷൻ വരുമ്പോൾ മാതാപിതാക്കൾക്കൊപ്പം ഒരു ദൂരയാത്ര പതിവായിരുന്നു. പക്ഷേ ഈ തവണ കൊറോണ വൈറസ് കാരണം ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകുവാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു ചടങ്ങുകളും എല്ലാം ഒഴിവാക്കേണ്ടി വന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ അന്നശ്ശേരി സഭയിലെ രഞ്ജിത്ത് ഉപദേശിയോട് ഞാൻ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ, വീട്ടിൽ ടിവിയും കണ്ട് ബോറടിച്ചിരിക്കുന്ന ഞങ്ങളെ വിവിധ ഇനം മത്സരങ്ങളിൽ പ്രചോദനം നൽകിക്കൊണ്ട് പ്രോഗ്രാം തയ്യാറാക്കി. ഞങ്ങൾ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ബൈബിൾ വചനം പഠിക്കുവാൻ ഒരവസരം ഒരുക്കി തന്നു. അതിനോടൊപ്പം തന്നെ പാട്ടുപാടുക, ഡാൻസ് കളിക്കുക, കുക്കറി ഷോ, ക്രാഫ്റ്റ് വർക്ക് എന്നിവ നൽകിക്കൊണ്ട് ഞങ്ങളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോയി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു. അതിന് ഞാൻ ഉപദേശിയോട് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഞാൻ അതിൽ എൻ്റെ കഴിവിന്റെ പരമാവധി മത്സരങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ വെക്കേഷൻ പെട്ടെന്ന് കഴിഞ്ഞു കിട്ടി. അങ്ങനെ ജൂൺ മാസം വന്നു. പുത്തൻ ബാഗും യൂണിഫോമും ഒന്നുമില്ലാതെ, മഴ നനയാതെ ഒരു അധ്യായ വർഷം തുടങ്ങി. എല്ലാം ഓരോരോ അനുഭവങ്ങൾ തന്നെയാണ്. എത്രയും വേഗം ഈ മഹാമാരി നമ്മളെ വിട്ടുപോയിട്ട് വീണ്ടും എല്ലാവരും പഴയപടി വരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇവിടെ ഞാൻ എൻ്റെ അനുഭവക്കുറിപ്പുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സദയം എന്നോട് ക്ഷമിക്കണം. നന്ദി. താങ്ക് യു അൻവിത മോളെ. സാക്ഷ്യത്തിനായിട്ട് നന്ദി. ടീച്ചർമാർക്കും സാക്ഷ്യം പറയാനായിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരുടെ എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിലെ സൺഡേ സ്കൂൾ ടീച്ചർ ആയിരിക്കുന്ന സൂസൻ സഖരിയ ടീച്ചർ നമ്മളോട് അനുഭവത്തെ പങ്കുവയ്ക്കുന്നതാണ്. കേൾക്കാമോ? കേൾക്കാം ടീച്ചറെ. കേൾക്കാം, പറയട്ടെ. അഭിനന്ദ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഗ്രേസ്മാരെ, പ്രിയ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു കൂടിവരവ് വളരെ ഉചിതവും സന്തോഷകരമായ അനുഭവമായി തോന്നുന്നു. തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ കാര്യത്തിലും വിശ്വസ്തരായിരിക്കാൻ ഓരോ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും ശ്രമിക്കണം. രാംപ്രകാശൻ പറഞ്ഞ പോലെ അനുകമ്പയും ദയവുള്ളവരായി നമ്മൾ മാറണം. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് CSI സെന്റ് മേരീസ് സൺഡേ സ്കൂൾ എപ്രകാരം പ്രവർത്തിച്ചു എന്നത് പറഞ്ഞുകൊള്ളട്ടെ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങളുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഓരോ ആഴ്ചയിലും മുതിർന്ന കുട്ടികൾക്ക് ഒരു സങ്കീർത്തനം വീതം കാണാതെ പഠിക്കാനും ഇന്നത്തെ ആഴ്ച നമ്മളോട് പറയാനുമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു. കുട്ടികളത് ഭംഗിയായിട്ട് ചെയ്തു. ചെറിയ കുട്ടികൾക്ക് വാക്യങ്ങൾ, ആക്ഷൻ സോങ്, കഥ എന്നിവയൊക്കെ പറഞ്ഞു കൊടുത്ത് അടുത്ത ആഴ്ച അവരെ കൊണ്ട് അത് പറയിപ്പിക്കുമായിരുന്നു. എന്നാൽ പല കുട്ടികളും അത് വീഡിയോയിൽ ചെയ്തിട്ട് എന്ത് രസമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്നറിയാമോ? അതേപോലെ ഓർഗനും ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ ഈ പാട്ടുകൾ തന്നെ അതിൽ വായിച്ച് വീഡിയോ ഇട്ട് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ജൂൺ മാസം മുതല് ക്ലാസ് തുടങ്ങി തരുന്ന ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് പ്രത്യേകം പഠിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഇംഗ്ലീഷ് സൺഡേ സ്കൂളിന് ആ ക്ലാസ് മാത്രം പോരാന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ കുട്ടികളെ ഫോണിൽ വിളിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ കൃപയാൽ ഈ പ്രയാസങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വളരെ
അതാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണ് കുഞ്ഞുങ്ങളെ അതിലേക്ക് പ്രതികരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ കർത്താവിനെ വേണ്ട പോലെ അറിയുവാൻ കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു ടീച്ചർ. നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് ആദിൻ റിച്ചാർഡ് റെഡിയാണോ? ആദിൻ പുതിയ റെഡിയാണ്. പറഞ്ഞോളൂ. റെഡിയാണേ. എന്റെ പേര് എബിൻ റിച്ചാർഡ്. കൂട്ടുകാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം എന്താണെന്ന് അബ്രഹാമിന്റെ ഏക മകനല്ലേ ഇസാക്ക്. ആ ഇസാക്കിനെ ദൈവത്തിന് ബലി കഴിക്കണമെന്ന് കൂട്ടി വെച്ചൊരു കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. പറഞ്ഞോളൂ. റേഞ്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം. കാരണം ആ കുട്ടി പറയും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. താങ്ക് യു മോനെ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ചാലപ്പുറത്ത് നിന്ന് സൺഡേ സ്കൂൾ ടീച്ചർ ആയിരിക്കുന്ന ജമീമ അരുൺ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ചുരുക്കമായിട്ട്. ജമീമ അരുൺ. എനിക്ക് മലയാളം അങ്ങനെ പറയാൻ പറ്റില്ല, അതുവേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. So praise be to God the Father and Jesus Christ our Lord, and I thank all the dignitaries who gave me this opportunity from Psalms 59, 16 and 17. Let me read. I will sing of your power. Yes, I sing aloud your mercy in the morning. For you have been my defense and refuge in the day of my trouble. To you, O my strength, I will sing, for God is my defense, my God of mercy. So, though our churches and Sunday schools are all closed due to this COVID-19, so God is helping us by teaching our Sunday school children, and He's guiding us. He's been our refuge and strength in this time of distress. And He's also encouraging us in praising His name and lifting Him high with gladness even in this type of situation around us. Mainly through three things in our church, we are helping our children in nurturing their spiritual life. First, usually during vacation times we have VBS. So that is Vacational Bible School. But this time it's very impossible to conduct a Vacational Bible School. So we thought of having this virtual Bible School. By the grace of God, our children are blessed with online VBS. Thank you to Jane from Tirunelveli, Tamil Nadu, who entertained and taught our children on the topic Rejoice in the Lord for 10 days through online. Next, we are having our online Sunday school. It doesn't stop with the VBS. Our online Sunday school took our kids to the next level of experience through Zoom app. Every Sunday school and every Sunday service, we have our Sunday school after every Sunday service. As Sunday school teachers, we are used this opportunity to use this technology at most our best in our level. Then the third thing is our Thursday prayer.
Thanks to our church committee and pastor for arranging everyday online prayer. In that, our Sunday school kids are leading every Thursday prayer. They are blessed opportunity praising God, reciting the memories, thoughts, and even sharing the word of God. Some Thursdays we are blessed with a special speaker from different place and interesting program and leading. To God, for even during this pandemic, He is blessing us and our children in the best way, in helping our children in their best way to grow spiritually. So I like to close my speech with a verse from 2 Chronicles 7:14. If my people who are called by name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from heaven and forgive their sins and heal their lands. We are continuing to pray to our God to heal our lands and give His mercy upon us. Thank you. Glory be to God. Thank you, Jemima teacher. Share your wonderful experience to us. Thank you once again. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് സൺഡേ സ്കൂളിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഡെൽഫി റെയ്നോൾഡ് ടീച്ചറെ ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം. ഓക്കെ അച്ഛാ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നേ ദിവസം കാസ്റ്റ്നാർ 2020 എന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് മീറ്റ് ഓൺലൈൻ പ്രോഗ്രാം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുവാദം നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി പറയുക എന്നതാണ് എന്റെ ചുമതല. ആദ്യമായി ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മലബാർ മഹാഇടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കാലിക്കറ്റ് ഏരിയ സൺഡേ സ്കൂളിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പ്രാരംഭ പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിച്ച കത്തീഡ്രൽ ചെയർമാൻ റെവറൻഡ് ഡോക്ടർ ടി.ഐ. ജെയിംസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഈ പ്രോഗ്രാമിന് അനുയോജ്യമായ നല്ലൊരു മെസ്സേജ് തന്ന ശ്രീ ജോസഫ് ബെഞ്ചമിൻ വിറ്റൂഷ്, ചിൽഡ്രൻസ് മിനിസ്ട്രി ഓഫ് തിരുവല്ല ശാലോം ചൻ, അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. നമുക്ക് ആശംസകൾ അർപ്പിച്ച മലബാർ മഹാഇടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റെവറൻഡ് ശ്യാം പ്രകാശ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നീട് കാലിക്കറ്റ് ഏരിയ സൺഡേ സ്കൂൾ പ്രസിഡന്റ് റെവറൻഡ് അച്ഛനെയും മണ്ണൂർ ചർച്ച് വർക്കർ തോമസ് ഉബിദ് എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. സ്കൂൾ ചിൽഡ്രൻസ് ആൻഡ് ടീച്ചേഴ്സ് മീറ്റിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള പങ്കെടുത്ത എല്ലാവരെയും സൺഡേ സ്കൂളിന്റെ സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുന്നു. നന്ദി. താങ്ക് യു ലോർഡ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. ക്ലോസിംഗ് പ്രേയർ ആയിട്ട് നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ മിസ്റ്റർ പി തോമസ് ഉപദേശി ചർച്ച് വർക്കർ മണ്ണൂർ പ്രാർത്ഥിക്കുകയും അപ്പൊ പിന്നെ തിരുമേനി ആശീർവാദം പറയുകയും ചെയ്യുന്നതാണ്. തോമസ് ഉപദേശിയെ ക്ഷണിക്കും. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കാലിക്കറ്റ് ഏരിയ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് വെബിനാർ കാസ്റ്റ്നാർ 2020 ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തു അനുഗ്രഹിച്ചതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഈ സമയം അത്രയും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്നെ അനുഗ്രഹിച്ചു. എല്ലാ നന്മ കൊണ്ട് അനുഗ്രഹങ്ങളും നിറച്ചതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഉദ്ഘാടന സമ്മേളനത്തില് ഉദ്ഘാടന പ്രസംഗം നടത്തിയ തിരുമേനിയെയും ആശംസകൾ അറിയിച്ച സാംപ്രകാശ് അച്ഛനെയും ജെയിംസ് അച്ഛനെയും മറ്റുള്ളവരെല്ലാവരെയും ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ വിദോഷിനെയും കുടുംബമായിട്ട് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ടീം അംഗങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യുവക്കളുടെയൊക്കെയും പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം, കുഞ്ഞുങ്ങളെ നേടുവാൻ തക്കണം അവിടുന്ന് കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ നന്മയോടും അനുഗ്രഹങ്ങളും നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അവിടുത്തെ സാന്നിധ്യം കൂട്ടും കാലും ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അവിടെ അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നും ചേർന്നുകൊണ്ട്
കുഞ്ഞുങ്ങളോടൊന്നിച്ച് ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ അവിടെ കൃപ ചെയ്തു. അനുഗ്രഹിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. തുടർന്നും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സന്തോഷവും സമാധാനം നൽകി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധിയും കാത്തു പരിപാലിക്കുവാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. സകല നന്മയോട് നിറച്ച് പരിപാലിക്കണം. യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവോട് വെച്ചോളം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം അഭിനന്ദ തിരുമേനി ആശീർവാദം പറയുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ശ്വാസത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശുദ്ധ കർത്താവ് ദോഷം ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നുവല്ലോ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും അനുഗ്രഹവും നാം എല്ലാവരുടെ കൂടെയും ഇപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. പങ്കുചേർന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടെ കോഴിക്കോട് ഏരിയയുടെ പേരിൽ അറിയിക്കുന്നു. മനോഹരമായ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട പോപ്പിൻസ് ഗ്രൂപ്പിനോടും ഉദ്ഘാടനം ചെയ്യാൻ തിരുമേനിയോടും ആശംസ നൽകിയ നമ്മുടെ ജനറൽ സെക്രട്ടറിയോടും പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച ജെയിംസ് അച്ഛനോടും പങ്കുചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലൊരു മാധ്യമത്തിൽ ഒരുമിച്ച് കാണാം അധികം താമസിയാതെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി ഞാൻ ഈ സമയത്ത് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു.